അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ എന്തായാലും വിഷു നാട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ പുറത്തുള്ള മലയാളികൾക്ക് ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെയൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് സൺഡേ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ പലരും സെലിബ്രേറ്റ് ഉണ്ടാവിയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വിഷുവിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഇനി വിഷു അല്ലേ വരുന്നത്, അപ്പോൾ വിഷുവിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ വീട്ടിൽ നമ്മൾ 4 പേര് മാത്രമായിട്ടാണെങ്കിലും ചെറിയൊരു സദ്യ പോലൊക്കെ റെഡിയാക്കണം, ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങായിരുന്നു. നമുക്ക് ഇത്രയും ദിവസം ഈസ്റ്ററൊക്കെ ആയിട്ട് എന്താ പറയുക, ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി ഒരു പച്ചക്കറി സദ്യ നോക്കാനായിട്ട്, അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള അവർക്ക് ചെറിയ ബുക്സും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോക്കണം. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ കാലത്തെ ഞങ്ങളുടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പം വേറെ പരിപാടികളൊന്നും ആർക്കും ഇല്ല. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ദോശയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങണം. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ചെന്നപ്പോൾ ശരി എന്താ പറയുക, നമുക്ക് വിഷു ആഘോഷിക്കണം എന്ന് തോന്നിപ്പോയി. കാരണം അതുപോലെ ഒരുപാട് പായസം, അതുപോലെ കുറേ പച്ചക്കറികൾ, പിന്നെ വിഷു കണി ഒരുക്കാനായിട്ടുള്ള പൂക്കൾ, അങ്ങനെ അതെല്ലാം കൂടി കണ്ടപ്പോൾ നമുക്കും ചെറുതായിട്ടൊന്ന് വിഷു ആഘോഷിച്ചാലൊന്ന് തോന്നിപ്പോയി. ഫ്രണ്ട് ബാക്കിലേക്ക് നിൽക്കപ്പോഴാണ് കാണല്ലോ. ഇനി കാണിക്കേ. ഞാനങ്ങനെ എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ വിഷു ആഘോഷിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഓണത്തിനാണ് സദ്യ ഒരുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. വിഷുവിന് നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വെക്കേഷൻ ഒരു സമയമായിരിക്കും. മിക്കവാറും നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കസിൻസിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിഷു പ്രത്യേകം ആഘോഷിക്കേണ്ട, നമുക്ക് എന്തായാലും അതൊരു ആഘോഷം തന്നെയായിരിക്കും. കാരണം നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ വിഷുവിൻ്റെ തലേദിവസം അല്ലെങ്കിൽ 2-3 ദിവസം നേരത്തെ തന്നെ പടക്കം പൊട്ടിക്കലും അങ്ങനെ വിഷുവിൻ്റെ ഒരു അനക്കം ശരിക്കും തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ശരിക്കും മിസ്സാവും. എന്നാലും ഇവിടെയുള്ള മലയാളികളും നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ നമ്മൾ ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ ആയിട്ട് കൂടിയിട്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ വിഷു ആഘോഷിക്കാറുണ്ട് എല്ലാവരും. എന്തിനാ വായിക്കാനാ? പിന്നെ അത് വേണ്ട. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മദീനത്ത് സൈദിലത്തെ ലുലുവിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ബുക്ക് ഫെയർ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ കുറേ ബുക്സൊക്കെ നോക്കിയിട്ട് അവർക്ക് പറ്റണ അങ്ങനെ കാർട്ടൂണും അങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ഉള്ള ബുക്സ് വേണമെന്നൊക്കെ പറയായിരുന്നു. ബുക്ക് വായന എനിക്ക് വളരെ കുറവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ബുക്സൊക്കെ നോക്കി. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പോൾ. സാധാരണ ഒരു വീട്ടിലേക്കുള്ള ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ വിഷുവിന് ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. വിഷുവിനുള്ള വിഷുക്കണി ഒരുക്കാനുള്ളത് തൊട്ട് പിന്നെ നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലയും, അതായത് വാഴയിലയും, അതുപോലെ മറ്റ് പച്ചക്കറികളും പായസവും അങ്ങനെ എല്ലാം റെഡിയാണ്. നമ്മളത് പോയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളും അല്ലാതെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ നോക്കായിരുന്നു. അപ്പോൾ വിഷുവിന് കണി ഒരുക്കാനായിട്ട് കണി വയ്ക്കാനായിട്ടുള്ള പച്ചക്കറികളായിട്ടാണെങ്കിലും അതുപോലെ ചക്കയും അങ്ങനെ ഇല്ലാത്ത പച്ചക്കറികളൊന്നുമില്ല. പിന്നെ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. വിഷുവിന് കണി ഒരുക്കാൻ വയ്ക്കുന്ന അറിയാം, പക്ഷെ അല്ലാതെയും നമ്മൾ ഈ ഓണത്തിന് കാണുന്ന പോലെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കും എന്തെങ്കിലുമൊക്കെ വിഷുവായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. റോസ് ഫ്ലവർ, പിന്നെ ഏതാ കളറ്? ഇതെവിടെയോ ഇതെന്താണെന്നറിയോ? ലോട്ടസ് ഫ്ലവർ. അത് ലോട്ടസ്. മാങ്ങയൊക്കെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയിട്ടോ. കാരണം നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് മാങ്ങ നോക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നല്ല പച്ച മാങ്ങ നമുക്ക് കിട്ടാറില്ല. കുറച്ചിങ്ങനെ പഴുപ്പായി തുടങ്ങിയ പോലത്തെ, അങ്ങനെ പഴുത്ത് തുടങ്ങിയ പോലത്തെ ആയിരിക്കും. അപ്പോൾ നല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ നല്ല പുളിയുള്ള മാങ്ങ അങ്ങനെ കാണാറില്ല. എന്തായാലും എല്ലാ പച്ചക്കറികളും ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും എല്ലാം വാങ്ങിച്ചില്ല കേട്ടോ. നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സദ്യ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കണല്ലോ.
കുറച്ച് ഐറ്റംസ് മാത്രം. അപ്പോൾ എല്ലാം കൂടി വെക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ ബാക്കി നമ്മുടെ ഷോപ്പിങ്ങിന് ഗ്രോസറിക്ക് വേണ്ടിയിട്ടുള്ള അതുകൾ വാങ്ങിക്കാനാണല്ലോ നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടപ്പോൾ എന്നാൽ വിഷു സദ്യയും കൂടി ഒരുക്കാമല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ വേറെ ഒരെണ്ണം ഓൾറെഡി എടുത്തിട്ടില്ലേ അതിൽ? അത് ബാർബി ഒന്നും അല്ലല്ലോ. അന്നമോ അത് ബാർബി അല്ലല്ലോ, ഇത് പപ്പി അല്ലേ? ഇത് ഈസ്റ്ററിൻ്റെ ടൈമിലുള്ള ഈസ്റ്റർ ബണ്ണിയുടെ കിറ്റ്കാറ്റും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും എനിക്കങ്ങനെ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ബ്രാൻഡിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ വരുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിറ്റ്കാറ്റിൻ്റെ ഇങ്ങനെ ഈസ്റ്റർ ബണ്ണിയുടെ ഈസ്റ്ററിൻ്റെ ടൈമിലാണ്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു, പക്ഷേ അപ്പോഴും അതിൻ്റെ സ്റ്റോക്ക് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാനുള്ള സെക്ഷനിലെത്തി. അപ്പോൾ അതിനിടയിൽ മക്കൾക്ക് പിന്നെ എവിടെ ചെന്നാലും അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ ഒന്ന് പറക്കിയെടുക്കണ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നമ്മ എന്നെ വിളിച്ചു കൊണ്ടുപോയതായിരുന്നു. അവിടെ ഒരു ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് അങ്ങനെ തന്നെ അത് കണ്ടപ്പോൾ. അപ്പോൾ ആളത് കിട്ടിയപ്പോൾ ഹാപ്പിയായി. പക്ഷേ ജോയ് ആണെങ്കിൽ അവിടെ നിന്നൊന്നും വേണ്ട, ഇനി വീട്ടിലെത്തിയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അവന് സൈക്കിൾ ഓടിക്കാൻ പോകണമെന്നുള്ള കാരണം ചോക്ലേറ്റ് ഒന്നും എടുക്കാണ്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കുമായിരുന്നു. അയ്യോ അതങ്ങനെ എടുക്കാൻ പാടില്ല, അതവിടെ കൊണ്ടുപോയിക്ക്. ഹലോ, ഇഷ്ടായോ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്? അത് നന്നായിട്ടില്ലേ? അന്നെ കാണാനില്ല, നിന്നെ കാണാണ്ട്, ഇപ്പൊ കാണാണ്ട്. നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയ ദിവസം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE എവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു സിറ്റിയിൽ അബുദാബിയിൽ മഴ അങ്ങനെ പെയ്യാറില്ല. നമ്മൾ എവിടെ മഴയുണ്ടെന്ന് കേട്ടാലും നമുക്കിവിടെ മഴ കുറവാണ് കേട്ടോ. പക്ഷേ ഈ 2 ദിവസമായിട്ട് നമുക്കിവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റും ആ ഒരു മഴയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ചെറിയൊരു ഡ്രൈവിനും കൂടി ഒന്ന് പോയാലോ ഒന്നുമില്ല, എവിടേക്കും അല്ല, എന്തായാലും വീട്ടിലേക്ക് എത്തുന്നേക്കാളും മുന്നൊന്ന് കുറച്ചൊന്ന് വെറുതെ പോയിട്ട് പോന്നാലോ കാരണം ഇവിടെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വല്ലപ്പോഴും കിട്ടണൊരു കാണാൻ പറ്റണ ഒരു കാര്യമല്ലേ. അപ്പോൾ അത് കാരണം നമ്മളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു വെറുതെ കുറച്ച് നേരം കൂടി ഒന്ന് വണ്ടിയിൽ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവുക, അത്രേ ഉള്ളൂ. കാരണം ആ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല. മോനാണെങ്കിൽ സൈക്കിൾ ഓടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല വാശിയിലായിരുന്നു. അവന് മാത്രം ഈ മഴ വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയായല്ലോ. അപ്പോൾ അവനാണെങ്കിൽ സൈക്കിൾ ഓടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഈ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുണ്ട്. ഞാൻ അനിയത്തിനെയൊക്കെ വിളിച്ച്, അവൾ ദുബായിലാണ്, അവരോട് ചോദിച്ചപ്പോൾ അവിടെയൊന്നും മഴയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ഭാഗത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ എന്നല്ല, പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടാണെങ്കിലും ഒരു ചാറ്റൽ മഴയായിട്ട്. അപ്പോൾ അത് തന്നെ നല്ലൊരു ക്ലൈമറ്റും നല്ല നട്ടുച്ച നേരം ആവേണ്ടതാണ്. പക്ഷേ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മളൊന്ന് പോയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളും അതുപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഓരോന്നും അതിൻ്റെ സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്തു വയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു പിന്നെ നമ്മൾ അടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയുക, നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കൾക്കാണെങ്കിൽ പഴം, ഇതുപോലത്തെ ചെറുപഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല പഴമൊക്കെ നമുക്കിവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ സമയം ആയതുകൊണ്ടാണോ വിഷുവിൻ്റെ ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ചെറുപഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. ഇതൊക്കെ ഉള്ളത് നമ്മുടെ ആ ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റിലേക്കൊക്കെ മാറ്റി എടുത്തു വെക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ, വിഷുവിനുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങൊന്നും അല്ല, എന്നാലും അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. എന്താ പറയുക, കുറച്ച് കറികളൊക്കെ വെക്കണുള്ളൂ. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. പിന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇനി അത് കറക്റ്റ് അതിൻ്റെ സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്തു വയ്ക്കണം. കുറച്ച് പൂവ് മേടിച്ചിട്ടുണ്ട്. കാര്യം വിഷുവിന് പൂക്കളിടണമെന്നൊന്നും അത്ര വലിയ കാര്യമല്ല, ഇടാറില്ല എന്നറിയാം, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് പൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ പൂവും അതുപോലെ വെജിറ്റബിൾസ് അത് കാര്യങ്ങളൊക്കെ ഇനി ഓരോന്നും ഫ്രിഡ്ജിലേക്കും അങ്ങനെ പുറത്ത് വയ്ക്കാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറ്റി വെക്കണം. പച്ചക്കറി സദ്യ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആർക്കും അങ്ങനെ
പോകുന്ന ഒരു കാര്യമല്ല. എന്നാലും വിഷു അല്ലേ, ഇപ്പൊ സാധാരണ നമുക്ക് എപ്പോഴും വിഷു വരാൻ മിക്കവാറും ഈ നമ്മുടെ ഈസ്റ്ററിന്റെ ദുഃഖ വെള്ളിയാഴ്ച ആ ഒരു സമയത്തായിരിക്കും വിഷു വരാം. അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ 2 ദിവസം ഒരുമിച്ചാണ് വരാറ്. അപ്പൊ ഇപ്പൊ എന്തായാലും ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് കാരണം ചെറുതായിട്ടൊന്ന് നമ്മള് വിഷു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇനി കറക്റ്റ് സ്ഥലങ്ങളിലേക്ക് വെക്കണം. അപ്പൊ ഇപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇന്നലത്തെ കറിയൊക്കെ ഉണ്ട്. ഞാൻ മീൻ വറുക്കാനായിട്ടുള്ളത് നേരത്തെ തന്നെ പോണേക്കാളും മുന്നേ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊന്ന് വറക്കാൻ വെക്കണം. എന്നിട്ട് വേണം ഇനി നമുക്ക് നമ്മുടെ ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട്. മീനൊക്കെ ഇപ്പൊ പോണേക്കാളും മുന്നേ തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതൊന്ന് വേഗം ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നാണെങ്കിൽ ഇവിടെ നല്ലൊരു മഴ ദിവസമാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ ഇത്രയും മഴ എന്താ പറയാ UAE എവിടെ പെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ഭാഗത്ത്, അതായത് ദുബായിലൊക്കെ മഴയാണെന്ന് പറഞ്ഞാലും ഇവിടെ ഒരിക്കലും മഴ പെയ്യാറില്ല. പക്ഷെ ഇന്നിപ്പോ ഞാൻ എൻ്റെ അനിയത്തി ദുബായിലുണ്ട്, അവളോട് ചോദിച്ചപ്പോൾ അവിടെ മഴയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ മഴ നിൽക്കാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ദിവസമാണ്. അപ്പൊ നമ്മുടെ ഷോപ്പിങ്ങിന് പോയി. പിന്നെ അവിടെ പായസമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു പായസമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി നമുക്ക് ഉച്ചയിലത്തെ ഫുഡ് കഴിക്കണം. അപ്പൊ അതിനുള്ള മീനൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറുത്ത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറി സാമ്പാറും പിന്നെ മുതിരയൊക്കെ ഇന്നലെ വെച്ചതുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പണിയൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഇനി ചോറുണ്ടണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി നമ്മളുടെ വിഷു എങ്ങനെയാണ്, വിഷു സെലിബ്രേഷനൊക്കെ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. Bye.